പല ടൈപ്പ് ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, പല ഉടായ്പന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ടാക്സിയിൽ കയറിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ്, പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ടാവും. വെറുതെ ഉണ്ടല്ലോ കയറിയിട്ട് ഇങ്ങനെ വട്ടം കറക്കണം. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, ആയിക്കോട്ടെ കാശ് ഇപ്പോൾ ഒരു 1-2 ദിനം ചിലപ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ പോവുകയും ചെയ്യും. പക്ഷേ ഇനി നമ്മോട് കാണിച്ച പോലെ വേറെ ആളോട് കാണിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിർത്തിയ സമയത്ത് പറഞ്ഞു, എനിക്കറിയാം ഞാൻ കറക്റ്റ് വേ പറഞ്ഞു തന്നിട്ടും ആ സ്ഥലത്ത് കൂടി ഒന്നും പോവാതെ നിങ്ങളിഷ്ടത്തിന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിനത്തെ കൂടുതൽ കിട്ടാൻ വേണ്ടിയുള്ള ഐഡിയ എന്നൊക്കെ എനിക്ക് മനസ്സിലാവും, ഏതൊരാൾക്കും മനസ്സിലാവും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇനി മേലാൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യരുത്. നിങ്ങൾ പോരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ഫുൾ ടൈം അയാൾ മൊബൈലിൽ നോക്കിയിട്ടാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. ഞാൻ പറയുന്ന സ്ഥലം ഏതാണെന്നൊന്നും അയാൾ ശ്രദ്ധിക്കണില്ല. പിന്നെ കൂടാതെ നമ്മളോട് ദുബായ്ക്ക് പോകണോ അല്ലെങ്കിൽ വേറെ അടുത്ത് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ആക്കണ രീതിയിലാണ് അവരെ പെരുമാറ്റമൊക്കെ. ശരിക്ക് അവൻ്റെ കയ്യിൽ നിന്നല്ല ബോൾ അതുവരെ. ഞാൻ എന്ത് ചെയ്തു, നിർത്തിയ സമയത്ത് ഞാൻ പറഞ്ഞു, അതിൻ്റെ ബില്ല് എനിക്ക് വേണം, നിൻ്റെ ഈ കാറിൻ്റെ ID എല്ലാ കാര്യങ്ങളും എനിക്ക് വേണം, ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാണ് എൻ്റെ കമ്പനിക്ക്. എൻ്റെ ഈ 2 കാര്യങ്ങൾ, ഒന്ന് ഞാൻ പറഞ്ഞ കറക്റ്റ് ഡെസ്റ്റിനേഷന് ഏതാന്ന് പോലും ശ്രദ്ധിക്കാതെ വെറുതെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ദുബായ് പോകണം അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് ആളെ കളിയാക്കുക. 2 എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് കാശ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഐഡിയാസ് എടുക്കുക. 2 മുഴുവൻ സമയവും മൊബൈലിൽ നോക്കിയിട്ട് അതിലും വീഡിയോ കോളും അതിൽ വീഡിയോ കണ്ടിട്ടു നമുക്ക് തീരെ ഒരു കസ്റ്റമറിന് തീരെ ഒരു പ്രാധാന്യം നൽകാത്ത രീതിയിലുള്ള പെരുമാറ്റം. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട പണി തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവന് കരഞ്ഞ് ആകെ ദൈസീനായി. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാരെ. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയട്ടോ. ഞാൻ എൻ്റെ ഈ അനുഭവം ജസ്റ്റ് പറഞ്ഞു മാത്രം. ഇതുപോലത്തെ പല ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, വേണം പണി കൊടുക്കണം.